ഹലോ, ലേൺ വിത്ത് ആയിഷു എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന വ്യക്തി നമ്മളെ കുറിച്ചിട്ട് ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടോ? ഏറ്റവും കൂടുതൽ ആളുകൾക്കും എപ്പോഴും ഉള്ള ഒരു സംശയമാണ് ഇത്. നമ്മൾ അവരെ ഒരുപാട് മിസ് ചെയ്യുന്നു, എപ്പോഴും ഇങ്ങനെ അവരെ കുറിച്ചിട്ട് ചിന്തിക്കുന്നു. എന്നാൽ ഈ പറഞ്ഞ വ്യക്തികൾ നമ്മളെ ഓർക്കുന്നുണ്ടോ? ഇതറിയാനുള്ളൊരു 5 ടിപ്പായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, പിന്നെ വീഡിയോക്ക് ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഒന്നാമത്തെ സൈൻ എന്ന് പറയുന്നത് കണ്ണാണ്. അതായത് കണ്ണ് ചൊറിയുക. പ്രത്യേകിച്ച് ഒരു കാരണവും ഒന്നുമില്ലാതെ നിങ്ങൾ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്തൊക്കെ നിങ്ങളുടെ കണ്ണിങ്ങനെ ചൊറിയുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നാറുണ്ടോ? അങ്ങനെ നിങ്ങൾക്ക് തോന്നാറുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം വേറെയൊന്നുമല്ല, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആ ഒരു വ്യക്തി നിങ്ങൾ അവരെ മിസ് ചെയ്യുന്നത് പോലെ തന്നെ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്, നിങ്ങളെ കുറിച്ചിട്ട് അവർ ഓർക്കുന്നുണ്ട് എന്നതാണ്. ഇതാണ് നമ്മുടെ ഒന്നാമത്തെ കാര്യം. ഇനി രണ്ടാമത്തെ കാര്യം എന്താണെന്ന് നോക്കാം. രണ്ടാമതായിട്ട് വരുന്നത് വേറെയൊന്നുമല്ല, നിങ്ങളെ കുറിച്ചിട്ട് ഏതെങ്കിലും ഒരു വ്യക്തി എപ്പോഴും ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളെ എപ്പോഴും ഒരു മിസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കവിളൊക്കെ ഇങ്ങനെ ചൂടായിട്ട് വരും എന്നാണ് പറയുന്നത്. അതായത് പ്രത്യേകിച്ച് പനിയോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ നിങ്ങളുടെയൊക്കെ കവിൾ ഇങ്ങനെ ചൂടായിട്ട് വരികയാണ്. ഫേസ് ബാക്കി എല്ലായിടും, അതായത് നെറ്റിയൊക്കെ തൊടുമ്പോഴത്തേക്ക് നല്ല തണുത്തിരിക്കണു, കവിള് മാത്രം എന്താ നല്ല ചൂടായിട്ടിരിക്കുന്നു. ഇങ്ങനെ ഒരു കാരണവുമില്ലാതെ നിങ്ങളുടെ കവിള് മാത്രം ഇങ്ങനെ ചൂടായിട്ടിരിക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങളെ ഏതൊരു വ്യക്തിനെ ഓർക്കുന്നുണ്ടല്ലോ, ആ ഒരു വ്യക്തി തിരിച്ചും നിങ്ങളെ ഓർക്കുന്നുണ്ട്, നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് എന്നതാണ്. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ കാര്യം. ഇനി മൂന്നാമത്തെ കാര്യം എന്താണെന്ന് നോക്കാം. അതിനു മുമ്പായിട്ട് നിങ്ങൾ വീഡിയോ കാണുമ്പോൾ എന്തെങ്കിലും ഒരു കുഞ്ഞി കമന്റ് ഇടാൻ വേണ്ടി എല്ലാവരും ശ്രദ്ധിക്കണേ. വേറെ ഒന്നുമല്ല, നിങ്ങളുടെ ഒരു കുഞ്ഞി കമന്റ് എന്ന് പറയുന്നത് എനിക്ക് വലിയ മോട്ടിവേഷനാണ് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത് എന്തെങ്കിലും ഒരു കുഞ്ഞ് ഹേർട്ടെങ്കിലും ഒന്ന് കമന്റായിട്ട് ഇടണേന്ന്. അതുകൊണ്ട് ഈ കമന്റിന്റെ കാര്യം ഒരു മറക്കരുതേ. അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ചൊറിച്ചിലാണേ. അത് വേറെ ഒന്നുമല്ല, ഇപ്പൊ നിങ്ങളും നിങ്ങളുടെ ഏതെങ്കിലും ഫ്രണ്ട്സൊക്കെ ആയിട്ട് സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ പേരൻസോ ആരെങ്കിലും ഒക്കെ ആയിട്ട് നിങ്ങളിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങളുടെ ശരീരത്തിൽ ഇങ്ങനെ ചൊറിയാണ് നിങ്ങളുടെ കൈ വെച്ചിട്ട്. അങ്ങനെ നിങ്ങൾ സംസാരിക്കുന്ന സമയത്ത് അറിയാതെ നിങ്ങളുടെ തന്നെ ശരീരത്തിൽ എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെ ചൊറിയുന്നുണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങളെ ആരോ ഓർക്കുന്നുണ്ട് എന്നതാണ്. ഏതെങ്കിലും ഒരു വ്യക്തി നിങ്ങളെ കുറിച്ചിട്ട് ഇങ്ങനെ ഓർക്കുകയോ അല്ലെങ്കിൽ നിങ്ങളെ കുറിച്ച് ഇങ്ങനെ ചിന്തിക്കുന്നൊക്കെ ഉണ്ടെങ്കിലാണ് നിങ്ങൾ അറിയാതെ നിങ്ങളുടെ ശരീരമൊക്കെ ഇങ്ങനെ ചൊറിയുന്നത്. അതുകൊണ്ട് ഇനി എപ്പോഴെങ്കിലും നിങ്ങൾ നിങ്ങളുടെ ശരീരം ആരോടെങ്കിലൊക്കെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് അറിയാതെ ഇങ്ങനെ ചൊറിയുന്നുണ്ടെങ്കിൽ അപ്പോൾ ഓർത്തോണം, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആ ഒരു വ്യക്തി ആ ഒരു സമയം നിങ്ങളെ കുറിച്ചിട്ട് ഓർക്കുന്നുണ്ട് എന്നത്. ഇതാണ് നമ്മുടെ മൂന്നാമത്തെ കാര്യം. ഇനി നാലാമത്തെ കാര്യം എന്താണെന്ന് നോക്കാം. നാലാമതായിട്ട് വരുന്നത് വേറെയൊന്നുമല്ല, ഫുഡൊക്കെ കഴിക്കുന്ന സമയത്ത് നിങ്ങൾ പെട്ടെന്ന് വിൽക്കാറുണ്ടോ? അതായത് സാധാരണ നമ്മൾ വിൽക്കുന്ന എപ്പോഴാണ്? ഫുഡൊക്കെ കഴിക്കുന്ന സമയത്ത് ആരോടെങ്കിലൊക്കെ സംസാരിക്കുമ്പോഴായിരിക്കും അല്ലേ? എന്നാലോ നിങ്ങൾ ഫുഡ് കഴിക്കുന്ന സമയത്ത് ആരോടും സംസാരിക്കാതെ മര്യാദയ്ക്ക് മിണ്ടാതിരുന്ന് ഫുഡ് കഴിക്കുകയാണ്. എന്നിട്ടും നിങ്ങൾ വിൽക്കുകയും അതോടൊപ്പം തന്നെ നന്നായിട്ട് ചുമക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങളെ അറിയാവുന്ന ഏതോ ഒരു വ്യക്തി ആ ഒരു സമയം നിങ്ങളെ ഓർക്കുന്നുണ്ട് എന്നതാണ്. ഇതാണ് നമ്മുടെ നാലാമത്തെ കാര്യം. ഇനി അഞ്ചാമത്തെ കാര്യം എന്താണെന്ന് നോക്കാം. ഏറ്റവും കോമൺ ആയിട്ട് എല്ലാവർക്കും തോന്നുന്ന ഒരു സൈനാണ്. അതിനു മുമ്പ് ഒരു കാര്യം കൂടി പറയാം. ഈ ഒരു ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ടുള്ള കുറേ വീഡിയോസ് നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ ചിലരൊക്കെ പറയും അവർക്ക് ഈ ഒരു സൈൻ തോന്നിയിട്ടില്ല, അല്ലെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളൊന്നും ശരിയല്ല എന്ന്. അപ്പോൾ ആദ്യം തന്നെ എല്ലാവരും ഒരു കാര്യം ഓർക്കുക, നമ്മൾ മനുഷ്യന്മാരെ എല്ലാവരും ഡിഫറെന്റ് ആണ് അല്ലേ? ഒരാൾക്ക് തോന്നുന്ന സൈൻ ആയിരിക്കില്ല ബാക്കിയുള്ളവർക്ക് തോന്നുക. അതുകൊണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് ഫീൽ ആയിട്ടില്ല എങ്കിൽ ബാക്കിയുള്ള വീഡിയോസ് ഒക്കെ ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ അറിയാം നിങ്ങൾ ഏതെങ്കിലും ഒരു വ്യക്തി ഇങ്ങനെ ഓർക്കുന്നുണ്ടോ ഇല്ലേ എന്നൊക്കെ. അപ്പോൾ നമ്മുടെ അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇതായിരുന്നേ, ഡ്രീം, സ്വപ്നം. അതായത് എന്നും രാത്രി നിങ്ങൾ കിടക്കുന്ന സമയത്ത് നിങ്ങളൊരു വ്യക്തിനെ, അതായത് നിങ്ങൾ സ്വപ്നത്തില്ല ആ ഒരു വ്യക്തിനെ തന്നെയാണ് എന്നും സ്വപ്നം കാണുന്നത്. അപ്പോൾ ഇന്ന് കണ്ടു നാളെ കണ്ടില്ല, വീണ്ടും നാളെ കഴിഞ്ഞ് കണ്ടു, അങ്ങനെ അല്ലെങ്കിൽ ഇന്നും കണ്ടു നാളെ കണ്ടു എന്നും ഇങ്ങനെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഏതെങ്കിലും ഒരു വ്യക്തിനെ സ്വപ്നം കാണുക, അല്ലെങ്കിൽ ഒന്ന് ഇടവിട്ട് അതായത് ഒരു ഗ്യാപ്പ് ഒക്കെ ഇട്ടിട്ട് നിങ്ങൾ ആ ഒരു വ്യക്തിനെ തന്നെ സ്വപ്നം കാണുന്നുണ്ട് എങ്കിൽ അതിനർത്ഥം
ആ ഒരു വ്യക്തി നിങ്ങളെ കുറിച്ചിട്ട് എപ്പോഴും ഓർക്കുന്നുണ്ട് എന്നതാണ്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു വ്യക്തിനെ തന്നെ എന്നും ഇങ്ങനെ സ്വപ്നം കാണുന്നുണ്ടെങ്കിൽ ഇതെന്താ ഞാൻ ഈ ഒരു വ്യക്തിനെ തന്നെ എന്നും സ്വപ്നം കാണുന്നത് എന്നൊക്കെ വിചാരിച്ച് പേടിക്കാതെ അപ്പോൾ ഓർത്തോണം ആ ഒരു വ്യക്തി നിങ്ങളെ എപ്പോഴും മിസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ആ ഒരു വ്യക്തി നിങ്ങളെ എപ്പോഴും ഓർക്കുന്നുണ്ട് എന്നത്. ഇതാണ് നമ്മുടെ 5 സൈന്. അപ്പോൾ ഈ പറഞ്ഞ സയൻസിൽ ഏതൊക്കെ സൈനാണ് നിങ്ങൾക്ക് ഫീൽ ആയത് എന്ന് കമന്റ് ചെയ്യണേ. അപ്പോൾ അടുത്ത ദിവസം ഒരു അടിപൊളി ടോപ്പിക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.